നമസ്കാരം. ക്ഷുദ്രജീവികൾ വിവാദമാക്കാൻ ശ്രമിച്ച പി ജയരാജന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കും. പാർട്ടിയുടെ അനുവാദം വാങ്ങി പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നും പി ജയരാജൻ വ്യക്തമാക്കി. അതേസമയം പുസ്തകത്തിന്റെ പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ പുറത്തു വന്ന ഭാഗങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുമായി ബന്ധമില്ലെന്നും പി വ്യക്തമാക്കി. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് തന്നെ പരിഹസിക്കുന്ന പേര് ആയിരിക്കില്ല പുസ്തകത്തിന്റെ ആത്മകഥയുടെ പേര്. ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല. അതേസമയം ആ പേരെന്തെന്ന് വെച്ചാൽ, നേരത്തെ ആത്മകഥയുടെ ഭാഗം എന്ന നിലയിൽ പുറത്തു വന്ന ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച് നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം പിന്നീട് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പി വ്യക്തമാക്കി. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്ന് DC ബുക്സ് അറിയിച്ചതോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ആത്മകഥയുടേതെന്ന പേരിൽ കവർ ചിത്രവും DC പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ CPM-ഉം രണ്ടാം പിണറായി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉൾക്കൊള്ളുന്ന ഉള്ളടക്കം പുസ്തകത്തിന്റേതെന്ന പേരിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്ന ഈ വാർത്ത തികച്ചും ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന കാര്യം ജയരാജൻ വ്യക്തമാക്കി. പ്രസാധകർ പാലിക്കേണ്ട മാന്യത DC ബുക്സ് കാണിച്ചിട്ടില്ല. എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഫേസ്ബുക്ക് പേജിലും താൻ അറിയാതെ DC പബ്ലിഷ് ചെയ്തു. ബോധപൂർവമായ നടപടിയാണ് ഇതെന്നും ജയരാജന്റെ ആരോപണം. തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് വാർത്ത വന്നത്. അതിന് പിന്നിലും ആസൂത്രിതമായ നീക്കമുണ്ട്. വസ്തുതയില്ലാത്ത വാർത്ത പ്രചരിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഗൂഢ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം 8 നിലയിൽ ചീറ്റി പോവുകയായിരുന്നു.